ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരട്ടോ ഞാനിന്ന് റെഡിയാക്കി എടുക്കുന്നത്. വളരെ എളുപ്പമാണ്, സിമ്പിളാണ്, അധികം എണ്ണയൊന്നും തീരെ കുടിക്കുന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പത്തിരിപ്പൊടിക്കൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വറുത്ത അരിപ്പൊടിയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം 1 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം കണക്കാകണോ എന്ന് നോക്കേണ്ടതാണ് കേട്ടോ. എല്ലാ പൊടികൾക്കും വെള്ളം വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിതിലേക്ക് മൊത്തം 1.25 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന മാതിരി അത്രയും കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒന്നും കൂടി കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മെല്ലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മുടെ 2 കൈയിൻ്റെ ഉള്ളിലും വെളിച്ചെണ്ണ തൂക്കിയിട്ട് ചെറിയ ഉരുളയാക്കിയിട്ട് ഇടുക കേട്ടോ. എന്നിട്ട് കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ഉരുള ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വല്ലാതെ നമ്മൾ പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതും ഇതേമാതിരി തന്നെ റെഡിയാക്കി എടുക്കാം. അഥവാ ഒട്ടിപ്പിടിക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ കൈൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചിട്ട് ഉരുളയാക്കിയിട്ട് ഇതേമാതിരി പരത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാതും ഇവിടെ പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഈ സ്നാക്കിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വല്ലാതെ കുത്തി കൊള്ളിച്ചിട്ട് കൊടുക്കരുത്. ഒരു 6-7 അത്ര എണ്ണം മാത്രം മതി. എന്നിട്ട് 2 വശവും നന്നായിട്ട് മുരിച്ചെടുക്കാം. ഒരു വശം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു വശം തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ സ്നാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു തീ കൂട്ടി കൊടുക്കുക. എന്നിട്ട് തീ കുറച്ച് ഇട്ടാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 വശവും മുരിച്ചെടുക്കാം. ഇനി വല്ലാതെ മുരിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഹാർഡായി പോകും, സ്നാക്ക് ഹാർഡായി പോകുന്നതാണ്. വളരെ ക്രിസ്പിയാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ ഉറപ്പൊന്നും തീരെ ഇല്ല. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. നമ്മുടെ ചായക്ക് ഇതും ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി അടുത്തതും നമുക്ക് ഇതേമാതിരി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുത്തി നിറച്ച് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു 6-7 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലൊരു പെട്ടെന്ന് സാധിക്കുക.
അപ്പോൾ ഈ ഒരു സ്നാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.